അപ്പോൾ ശാകുന്തളം ഞാൻ ചെയ്തത് ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻസ് വേണ്ടി ആദ്യം ചെയ്യുന്നത്, ഹിന്ദിയിൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് മലയാളത്തിൽ ദിവ്യ ഗോപിനാഥ് ശകുന്തളായിട്ട് അഭിനയിച്ചുകൊണ്ട് ശാകുന്തളം ഒരു നായാട്ട് കഥ. ശാകുന്തളം ഒരു നായാട്ട് കഥ എന്നാണ് മലയാളത്തിൽ എൻ്റെ പേരിട്ടിരുന്നത്. അപ്പോൾ ശാകുന്തളം ചെയ്യാൻ ക്ലാസിക്കൽ പ്ലേയുടെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് NSDയിലെ സെക്കൻഡറി സ്റ്റുഡൻസിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ കൂടുതലുണ്ട് അവിടെ, ആണുങ്ങളെക്കാൾ കൂടുതൽ ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഒരു ഫിമെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് വേണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കൂടുതൽ സ്ത്രീകൾ അഭിനയിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് ശാകുന്തളമാണ്. അതിനകത്ത് ഓൾറെഡി 4 പേരുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പിനെയൊക്കെ ചേർത്ത് എങ്ങനെ ആക്കാം. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റിലും കുട്ടികളൊക്കെ മീറ്റ് ചെയ്ത് ഞാൻ മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലേ ശാകുന്തളം എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും ഇങ്ങനെ ഡെസ്പായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആരും വളരെ ഇതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, വൈ ഷുഡ് വി ഡു ശാകുന്തളം ടുഡേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയെ തിരിച്ചു ചോദിച്ചാൽ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ വി വാണ്ട് ടു ആസ്ക്, വൈ ഷുഡ് വി ഡു ഇറ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഇപ്പം നിങ്ങൾ ശാകുന്തളത്തെ വായിക്കുമ്പോൾ അവർ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് പഠിച്ചതാണ്. സോ വാട്ട് യു തിങ്ക് ഓഫ് ദി പ്ലേ? ഉടനെ ഒരു പെൺകുട്ടി പറഞ്ഞു, ഇറ്റ്സ് എബൌട്ട് ശകുന്തള ബീയിങ് ചീറ്റഡ്. ദുഷ്യന്തൻ പറഞ്ഞു പറ്റിച്ച കഥയാണ്. ഓക്കെ, ഒന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സോ ഇറ്റ്സ് എബൌട്ട് ഇൻജസ്റ്റിസ് ദി ഫിമെയിൽ. അപ്പോൾ ഇന്നും നമുക്ക് ധാരാളം ശകുന്തളമാർ ഈ സ്റ്റോറിയുണ്ട്. അപ്പോൾ പണ്ട് ഒരുപക്ഷെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഡിവൈൻ, ഒരു പ്യുവർ ലവ്, അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു മോതിരം ഇങ്ങനെ മറന്നുപോകൽ, പിന്നെ അത് റീയൂണിറ്റ്, ആ ഒരു സ്റ്റോറി അല്ലാതെ നൗ ദി സ്റ്റോറി ബിക്കംസ് ദി ഹണ്ട് ഓഫ് എ ഫീമെയിൽ ബൈ എ മെയിൽ കിങ്. എസ്പെഷ്യലി ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു ട്രൈബൽ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ദ സിറ്റി ദ കിങ് വരിക. അയാൾക്ക് പവറുണ്ട്, അയാൾക്ക് മെയിലാണ്. സോ ഇറ്റ്സ് അബൌട്ട് ഹണ്ടിങ്. സോ വി വിൽ ഹൈലൈറ്റ് ദാറ്റ് ആസ്പെക്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു, ഇപ്പം ദുഷ്യന്തൻ ബിക്കംസ് പാർട്ട്ലി എ ലിറ്റിൽ ക്രൂക്കറ്റ്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് ദർ ആർ ലൈൻസ് റിട്ടൺ ബൈ കാളിദാസൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുഷ്യന്തൻ്റെ അടുത്ത് ദുഷ്യന്തൻ ഇങ്ങനെ കൂടെ ഒരു വിദൂഷകനെ പോലെ ക്യാരക്ടർ ഉണ്ട് ഇയാളുടെ ഫ്രണ്ടായിട്ട്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ കട്ടിൽ വന്നിട്ട് ഈ വേട്ടയാടാൻ വന്നിട്ട് തിരിച്ചു പോകുന്നില്ല, ഇയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാമെന്നത്തേക്കും പറയും ഇങ്ങനെ, നീ ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട് ശകുന്തള എന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ പറയും, രാജാവ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. എക്സാക്ട് വേർഡ്സ് ഇങ്ങനെ എഴുതിയേക്കുന്നത് കാളിദാസൻ എഴുതിയിട്ടുണ്ട്. എഴുതിയേക്കുന്ന വാചകതാണ്, നാട്ടിലെ ഈ മധുരഫലങ്ങളെല്ലാം ഭുജിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു പുളി തിന്നാനുള്ള ആഗ്രഹത്തിലാണ്. നാട്ടിലെ കന്യകമാരെ എല്ലാം അനുഭവിച്ച ശേഷം നിങ്ങളിപ്പോൾ ഒരു കാട്ടുപെണ്ണിൻ്റെ പിന്നാലെയാണ്. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞ ഉത്തരം, അത് നീ അവളെ കാണാത്തതുകൊണ്ട് പറയുന്നതാണെന്നാണ്. സോ ദ ലൈൻ ഈസ് ദെയർ. സോ ഇതൊരു പെർഫോമൻസ് വഴി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഏത് ആസ്പെക്റ്റാണ് നമ്മൾ പ്ലേയിലേക്ക് മുമ്പോട്ട് കൊടുക്കുക. സോ ദെൻ ദ പ്രൊഡക്ഷൻ ബിക്കംസ് വെരി കണ്ടംപററി ബിക്കോസ് ഇറ്റ് ടച്ചസ് ദ കണ്ടംപററി സെൻസിബിലിറ്റി, കണ്ടംപററി ഇൻസിഡൻസ്. അവിടെ പ്രത്യേകിച്ച് വേറെ നിർഭയം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ട് ആവശ്യമില്ല. ആളുകൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, റീച്ച് ചെയ്യും. ശാകുന്തളം കണ്ടിട്ട് NSDയിലെ കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരുന്നു.